സംസ്ഥാനത്ത് വീണ്ടും കടുവ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. മലപ്പുറം നിലമ്പൂർ കാളികാവ് കല്ലാമൂല സ്വദേശി ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. തുടർച്ചയായി നിലമ്പൂർ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മൃതദേഹം സംഭവസ്ഥലത്ത് നിന്നും മാറ്റാൻ സമ്മതിച്ചില്ല. പിന്നീട് വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. കടുവയെ പിടികൂടാൻ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം കാളികാവിലെത്തും. ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറും മറ്റൊരു തൊഴിലാളിയായ സമദും റബ്ബർ തോട്ടത്തിലെത്തിയതായിരുന്നു. ഈ സമയത്തായിരുന്നു കടുവയുടെ ആക്രമണം. സമദ് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് സമദ് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ തിരച്ചിലിൽ ആണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ആവശ്യം. കൂടാതെ ഗഫൂറിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് വനം വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും. 10 ലക്ഷം രൂപ വനം വകുപ്പും 4 ലക്ഷം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകും. കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലികമായി ജോലി നൽകുമെന്നും അറിയിച്ചു. കടുവയെ പിടികൂടാനും തീരുമാനമായി. കടുവയെ പിടിക്കാൻ വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തും. വയനാട്ടിൽ നിന്നും കുങ്കിയാനകളെയും എത്തിക്കും. ഈ ഉറപ്പുകളെ തുടർന്നാണ് മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വന്യജീവി ശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് നിലമ്പൂർ മലയോര മേഖല. മരിച്ച ഗഫൂറിന് 3 മക്കളാണ് ഉള്ളത്. റബ്ബർ തോട്ടം പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം തൊഴിലെടുക്കുന്നത്. ജനം, മലപ്പുറം.